അങ്ങനെ നമ്മുടെ ഓണം റിലീസുകളിലെ നാലാമത്തെ പടം ബാഡ് ബോയ്സ്, നമ്മുടെ ഒമർ ഖാന്റെ സിനിമ ഇന്നലെ പോയി കണ്ടു. അങ്ങനെ നമ്മൾ ഇതോടുകൂടി നമ്മുടെ ഓണം റിലീസുകൾ അവസാനിച്ചു. 4 സിനിമയും കണ്ടു കഴിഞ്ഞു. 4ഉം അടുപ്പിച്ചാണ് കണ്ടത്. 4 ദിവസങ്ങളിൽ തന്നെ ഓരോ ദിവസം ഓരോ സിനിമ വെച്ച് നമ്മൾ കണ്ടു തീർത്തു. ലാസ്റ്റ് പടം ബാഡ് ബോയ്സ് ഇന്നലെയാണ് കണ്ടത്. അപ്പോൾ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു ഗുണ്ട് പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ എനിക്ക് കിട്ടിയത് ഒരു ഓലപ്പടക്കാരന്. പറഞ്ഞു വേറൊന്നല്ല, സിനിമ എനിക്ക് അത്രയ്ക്കും ഇങ്ങോട്ട് അപരാധമായിട്ട് എനിക്ക് തോന്നിയില്ല. അതായത് ഒമറിന്റെ ലാസ്റ്റ് പടം, പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് പടമായ ലാസ്റ്റ് ഇറങ്ങിയ 2 പടം, അതായത് ധമാക്ക, നല്ല സമയം, ഈ 2 പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഈ സിനിമ ഭേദമായിട്ട് എനിക്ക് തോന്നി. കുറച്ചുകൂടി ഭേദമായിട്ട് എനിക്ക് ഈ സിനിമ തോന്നി. കാരണം അതൊന്നും കണ്ടിരിക്കാനേ പറ്റില്ല. മറ്റേ പടങ്ങൾ ഈ ധമാക്കും നല്ല സമയം എന്നുള്ളൂ, അത് 2 ഞാൻ തിയേറ്ററിൽ കണ്ട ആളാണ്. ആ പടങ്ങളൊന്നും കണ്ടിരിക്കാനേ പറ്റില്ല. എന്തൊരു വധം പിടിച്ച പടം എന്ന് പറയുന്നതൊക്കെ. പ്രത്യേകിച്ച് നല്ല സമയം. അയ്യോ, നല്ല സമയമൊക്കെ 1.25 മണിക്കൂറുള്ള ആ സിനിമ ആകെ, എന്നിട്ട് പോലും നമുക്ക് ഭ്രാന്ത് പിടിപ്പിച്ചൊരു സിനിമയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ഒരു ഗുണ്ട് പ്രതീക്ഷിച്ച് കയറുന്നത്. പക്ഷെ അത്രയ്ക്കും തരം താഴ്ന്നിട്ടില്ല ഈ സിനിമ. കാരണം ഈ സിനിമയ്ക്കകത്ത് കുറച്ച് കോമഡി സീൻസ് നമുക്ക് എൻജോയ് ചെയ്യാം. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഊക്കിയൊരു സംഭവം, അങ്ങനത്തെ കുറച്ച് കോമഡീസ് ഇതിൻ്റെ അകത്തുണ്ട്. ബാക്കിയൊക്കെ ടിപ്പിക്കൽ ഒമർ പരിപാടി തന്നെയാട്ടാ, അതൊക്കെ വേറെ കേസ്. കാരണം ട്രെൻഡ്സ് എനിക്ക് നമ്മുടെ ആ ലിൻജോസ് പെരേര ആ വാണത്തിനെടുത്ത് തൂക്കിയ ഒരു സീൻ എനിക്ക് ഇഷ്ടമായി. തളച്ചവളത്തിലിട്ട് ഡാൻസ് കളിപ്പിക്കുന്നത് അതെനിക്ക് ഇഷ്ടമായ ആ സീൻ. അതുപോലെ തന്നെ നമ്മുടെ ശാന്തിവിള ദിനേശൻ്റെ ഒരു സാധനം വരുന്നുണ്ട്, അഴുക്ക ചെറുക്കൻ തന്തേക്കാൾ മോശം എന്ന് പറഞ്ഞൊരു സാധനം, അതൊക്കെ രസമായിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാം. പിന്നെ ഞാൻ ഇന്നലെ കണ്ടപ്പോൾ ഷോ ഫുള്ളായിരുന്നു. കാരണം കുറേ ഫ്രീ ടിക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്, എനിക്കറിയില്ല. അപ്പോൾ പിന്നെ തിരുവോണമായിരുന്നില്ല. അപ്പം അങ്ങനെ കുറേ പേര് വന്ന് ഷോ ഫുള്ളായിരുന്നു. അപ്പോൾ ഹൗസ്ഫുൾ ഷോ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഒഴുക്കിലിങ്ങനെ കണ്ടിരിക്കുക പറ്റി സിനിമ. അപ്പോൾ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് 1-2 കോമഡീസ് നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ റഹ്മാൻ നന്നായിട്ടുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ നൈസായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ പുള്ളിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു അത്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് രസമാക്കിയിട്ടുണ്ട്. പുള്ളിക്ക് നല്ല റോളുകൾ മലയാളത്തിൽ ഇനിയും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് ഒരു പോസിറ്റീവായിട്ട് തോന്നി. പിന്നെ നെഗറ്റീവുകളുടെ കളി സിനിമ, അതായത് ധ്യാൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. സിനിമ തുടങ്ങിയൊരു ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കുറച്ചൊരു സ്റ്റാൻഡേർഡ്, ആദ്യത്തെ സ്റ്റാർട്ടിങ് സീനൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമ നമ്മുടെ ആൻഡപ്പേട്ടൻ വന്നു, നമ്മുടെ റഹ്മാൻ ടീമൊക്കെ വന്നു. ആദ്യത്തെ ഇടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിനിടയിൽ അജയ് വാസുദേവ് വരുന്നുണ്ട്. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ ടീനി മോനൂസ് വരും. പിന്നെ ടീനി ടോമിനും കൂടെ മറ്റേ പുള്ളിയില്ലേ, അവളുടെ പേര് നമ്മുടെ മറ്റേ കൊച്ചി രാജാവിലൊക്കെ എങ്ക പാത്താലും നീ എന്ന് പറയണ മറ്റേ ആ പുള്ളി. ഇവരൊരു ഗുണ്ടാ സെറ്റപ്പ് അപ്പോഴേക്കും സാധനം കയ്യിൽ നിന്ന് കഴിഞ്ഞു. പിന്നെ ഒരു ടിപ്പിക്കൽ ഒമർ പടമായിട്ട് അത് മാറി. അവിടെ നിന്ന് അങ്ങനെ പോയി. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചില കോമഡി സീൻസ്. പിന്നെ ധ്യാൻ്റെ ക്യാരക്ടറും അത്യാവശ്യം വെറുപ്പിക്കലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഈ സിനിമയിലെ ഏറ്റവും വലിയ കോമഡി ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാബു ആൻ്റണി ആയിരിക്കും. സത്യം പറയാലോ, ഒന്നും തോന്നരുത് പറയുന്നുണ്ട്. നല്ല അസല് കോമഡി ഉണ്ട് പുള്ളി ഈ സിനിമയ്ക്കകത്ത്. ധ്യാനെക്കാട്ടും ടീനി ടോമിനെക്കാട്ടും അക്രമ കോമഡി ആയിരുന്നു ബാബു. ഞാൻ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വിചാരിച്ച പടം പൊട്ടിയാലും മറ്റേ ബാബു ആൻ്റണി അല്ലെങ്കിൽ അവരുടെ ടീം റഹ്മാൻ അങ്ങനെയൊക്കെ അടിപൊളിയാവുന്നു വിചാരിച്ചു. പക്ഷെ റഹ്മാനൊക്കെ ബാബു ആൻ്റണിയുടെ സീൻ, കുറച്ച് സീനുള്ള പുള്ളിക്ക്, അധികം വലിയ റോളൊന്നുമില്ല. ആ സ്റ്റാർട്ടിങ് ചെറിയൊരു സീൻ, പിന്നെ ക്ലൈമാക്സ്, ഇത്ര ഉള്ള പുള്ളിക്ക് സീൻ. പക്ഷെ അതാ നല്ല അസല് ബോറായി പോയിട്ടുണ്ട് ആ സാധനം. പുള്ളി ഒമർ RDX കളിക്കാൻ നോക്കിയതാ, സംഭവം നൈസായിട്ട് പാടി. പിന്നെ സിനിമയുടെ ക്ലൈമാക്സ്, അയ്യോ അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായ. RDXന്റെ ക്ലൈമാക്സ് കോപ്പി അടിച്ചതാന്ന് പറയലിടുവേ, അത്രയും ഒറിജിനാലിറ്റി. എൻ്റെ പൊന്നെ, അതുപോലെ തന്നെ ആ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ക്ലൈമാക്സിൽ ബാബു ആൻ്റണി വീണ്ടും വരുന്നുണ്ട്. ഈ സാധനം നമ്മുടെ മറ്റേ RDXൽ ഒരു രോമാഞ്ചായിരുന്ന, ഞാനൊക്കെ തിയേറ്ററിൽ എഴുന്നേറ്റ് ഇന്ന് കൈയടിച്ച സീന. മറ്റേ ബാബു ആൻ്റണി ക്ലൈമാക്സിൽ പുള്ളിയുടെ കയ്യിലേക്ക് സാധനം കിട്ടിയ പിന്നെ ഒരു ഫൈറ്റ് ഉണ്ട്. ഇതിൽ ആ സെയിം സാധനം, ഇതിൽ ക്ലൈമാക്സിൽ ബാബു ആൻ്റണി വന്ന് പിന്നെ മറ്റേ RDXൽ ബാബു ആൻ്റണി ചെയ്യില്ല, മറ്റേ ആ സാധനമൊക്കെ ഇല്ലേ, ആ ഒരു ഇതൊക്കെ അതുപോലെ ഈ പടത്തിലോട്ട് കൊടുക്കുന്നുണ്ട് ഓമർ. പക്ഷെ അതൊക്കെ ശരിക്കും കയ്യിൽ നിന്ന് പാടി. ഒരു RDXന്റെ 144p വെർഷൻ ആക്കിയിട്ടത് ആ ക്ലൈമാക്സ്. മൊത്തത്തിൽ തന്നെ ഒരു ടിപ്പിക്കൽ ഒമർ സിനിമയാണ് ബാഡ് ബോയ്സ്. അങ്ങനെയാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയുടെ ലാസ്റ്റ് ഇറങ്ങിയ 2 പടത്തിനെക്കാട്ടും ഭേദം പിന്നെയും കണ്ടിരിക്കാൻ. പിന്നെ കുറേ ആൾക്കാരൊക്കെ സിനിമ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനടുത്ത് പറയാം, ഇന്നലെ ഞാൻ പറയും ഷോ ഫുൾ ആയതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ കോമഡീസൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിലവർക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ തന്നെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വെറുതെ സിനിമയായിട്ട് കൂട്ടണ്ട.
സിനിമയായിട്ടല്ലാതെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ പടം ഒന്ന് ആസ്വദിക്കാം, അത്ര തന്നെ. ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ രീതിയിൽ പടം വേണമെങ്കിൽ ഒന്ന് ആസ്വദിക്കാം. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു തവണ കണ്ടുവിടാവുന്ന ഒരു സിനിമ, ഒരു ടിപ്പിക്കൽ ഒമർ പടം തന്നെയാണ്. മുൻപറഞ്ഞ ആളെ ലാസ്റ്റ് കണ്ടു പടം പോലല്ല, അതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സിനിമയാണ്. കാരണം ചുമ്മാ കണ്ടിരിക്കുകയെങ്കിലും ചെയ്യാം, ഒരു തവണയെങ്കിലും ഒരു തവണ വെറുതെ ഒന്ന് കണ്ടിരിക്കാം. അപ്പോൾ അത്ര തന്നെ. കാണാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം.